വ്രതശുദ്ധിയുടെ 26 ദിനരാത്രങ്ങൾ പിന്നിട്ട് റമദാൻ 27-ാം രാവ്. 1000 മാസങ്ങളുടെ പുണ്യമാണ് 27-ാം രാവിന്. വിമലീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി ഇസ്ലാം വിശ്വാസികൾ 27-ാം രാവിന്റെ പുണ്യം തേടി നേരം പുലരുവോളം പ്രാർത്ഥനയിൽ മുഴുകും. ഖുർആൻ പാരായണം, തസ്ബീഹ് നമസ്കാരം, തറാവീഹ് നമസ്കാരം, വിദ്ർ നമസ്കാരം, അസ്മാഉൽ ഹുസ്ന, തൗബ തുടങ്ങിയ കർമ്മങ്ങളാണ് മസ്ജിദുകളിലും വീടുകളിലുമായി നടക്കുന്നത്. ആരാധനാ കർമ്മങ്ങൾക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ അഥവാ നിർണയ രാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് റമദാൻ 27-നാണ്. ലൈലത്തുൽ ഖദർ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന മുഹൂർത്തമാണ്. റമദാനിലെ അവസാന 10 ദിനങ്ങളിലെ രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചത്. ഇതിൽ തന്നെ കൂടുതൽ സാധ്യത റമദാൻ 27-ാം രാവിനാണ് കൽപ്പിച്ചത്. ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് 27-ാം രാവിന് വിശ്വാസികൾ അതീവ പ്രാധാന്യം നൽകുന്നത്. ഖുർആൻ അവതരണത്തിന്റെ വാർഷികാഘോഷം കൂടിയാണ് റമദാൻ മാസം. റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. ലൈലത്തുൽ ഖദർ രാത്രിയിലാണ് ഖുർആന്റെ അവതരണം എന്നതാണ് ഖുർആൻ സൂക്തങ്ങൾ വ്യക്തമാക്കുന്നത്. വിപുലമായ പ്രാർത്ഥനാ സംഗമങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ചും മതസ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആയിരങ്ങൾ ഒത്തുചേരുന്ന പ്രാർത്ഥനാ സംഗമങ്ങളും ഈ ദിവസം നടക്കുന്നു. റമദാൻ 27 പിന്നിടുന്നതോടെ വിശ്വാസികൾ ഈദ് ആഘോഷത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തോട് ഈ വെള്ളിയാഴ്ച ഖുതൂബകളിൽ മഹല്ല് ഖത്തീബുമാർ വിടവാങ്ങൽ പ്രസംഗം നടത്തും. TCV ന്യൂസ്, തൃശ്ശൂർ.